ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഗൈസ്. പാർട്ട് 2 എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഭയങ്കര ലാർജ് ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടാണ് 2 പാർട്ടായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ അബുദാബിയിലുള്ള നല്ല മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് ടീം ലാബ് ഫിനോമിന എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇതവിടെ എഴുതി വെച്ചാൽ കണ്ടില്ലേ, ടീം ലാബ് ഫിനോമിന എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കാണണം എന്ന് വെച്ചാൽ ഭയങ്കര അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് കേട്ടോ. ഞങ്ങളുടെ യൂട്യൂബിലും വീഡിയോസൊക്കെ പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു സംഭവം നല്ല ഫേമസ് ആണെന്ന് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള കാര്യമുള്ളതെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഈ സ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് നമ്മളിവിടെ വന്നേ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞ് തന്നിട്ടാണ് കേട്ടോ നമ്മളെ ഇവരെ അതിൻ്റെ ഉള്ളിലോട്ട് കടത്തുന്നത്. നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മൾ ക്യാമറയും അതേപോലെ ഫോണിൻ്റെ ഫ്ലാഷ് ഒന്നും അടിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഈ ഗുഹയുടെ ഉള്ളിക്കൂടെ പോയി നമ്മളിത് എത്തിച്ചേരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലോട്ടാണ് ഗൈസ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ, അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ പോലെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് വന്ന് പെട്ട പോലെയാവും. എന്ന് വെച്ചാൽ മീൻസ് ഞങ്ങൾ വേറെ ഏതോ ലോകത്ത് വന്ന പോലെയാണ്. നോക്കി ലൈറ്റ് കൊണ്ടൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണ് അവർ ആർട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതൊരു ബോർഡിൽ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് ആർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തൊരു രസമാണെന്നറിയാം. നമ്മുടെ ഈ അവതാർ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ കണക്കിനാണ്ടിരിക്കുന്ന എന്ത് രസമാണ് നോക്കത്. മാറി മാറി ഈ ഒരു ചിത്രങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ കണ്ടില്ലേ ബട്ടർഫ്ലൈ, എന്തൊരു ഭംഗിയാണെന്നറിയോ. ഫസ്റ്റ് ഞങ്ങളതിൻ്റെ ഉള്ളിലോട്ട് ഇരുട്ട് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പൂസിന് ഭയങ്കരമായിട്ട് പേടിയാവും. അപ്പം ഫസ്റ്റ് ഇങ്ങനെ ഇരുട്ടിക്കോടെയാണല്ലോ നമ്മൾ വരുന്നത്, നമുക്കിങ്ങനെ വെട്ടമൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ആ പുറത്തുനിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു വെട്ടം പ്രകാശം പോലും നമുക്ക് കാണണമെങ്കിൽ ഇതിങ്ങനെയൊക്കെ വരണതാണ് കേട്ടോ കാണുന്നത്. ഫസ്റ്റ് വിചാരിച്ചു ഞങ്ങൾ അപ്പൂസ് പണി പാളുമെന്നാണ്. പക്ഷേ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനിങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ നടക്കാണ് ഗൈസ്. ഇത് എന്തൊരു ഭംഗിയാണ് നോക്ക്, ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇതിൻ്റെ പൊന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്, അത്രയും അടിപൊളിയായി. ഓരോന്നിങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതേ ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് പോണതാണ്. അതിങ്ങനെ കയറി ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് അടുത്ത സെക്ഷൻ വരും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേരെ ശ്രദ്ധിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ തന്നെ ഇരുട്ടാണല്ലോ, പിന്നെ ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ താഴ്ചയും പൊക്കത്തിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പിള്ളേരെ ശ്രദ്ധിക്കണമെന്ന് അവിടെ ഇൻസ്ട്രക്ഷൻ തന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അപ്പൂസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവൻ ഇങ്ങനെ ഓടി നടക്കാണ് കേട്ടോ. അവനെ ആകെയൊക്കെ കണ്ടിട്ട് ഇത് നോക്കി, ഇത് അതിനും വലിയ അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ മാറിയിട്ട് വന്നത് ഈ ഒരു പെയിൻറ്റിങ് പോലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. നോക്കി എന്തൊരു രസമാണ് നോക്ക്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വേറെ ഏതോ ലോകത്ത് വന്ന് പെട്ട പോലെ. ഞാൻ വിചാരിച്ചത് എൻ്റെ പൊന്നിനത് എവിടെയാണ് നിൽക്കണേന്നുള്ള ചിന്തയായിരുന്നു. നമ്മൾ ടി വികളിലൊക്കെ ഇനി കണ്ടിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാൽ എന്ത് രസമായിരിക്കുമല്ലേ. നമ്മുടെ നാട്ടിൽ എന്താണ് ഇതൊന്നും വരാത്ത അടിപൊളി സംഭവം. ഇതൊന്നും ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം. ഞങ്ങൾ വിചാരിക്കായിരുന്നു കേട്ടോ, ഇവിടെ ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നിട്ട് നമ്മളിത് കാണാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോയേനെ കേട്ടോ. അത്രയും അടിപൊളിയാണ് ഗൈസ്, അമേസിങ് ആണ്. ഇത് ഞാൻ പറയുമ്പോൾ വാക്കുകളൊക്കെ കുറഞ്ഞു പോകും. അത് നമ്മൾ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഈ ലൈറ്റ്സ് ഇട്ടിട്ട് ഒരു ആർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് അവരിങ്ങനെ കാണിച്ചു തരും കേട്ടോ. കുറേ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരാനായിട്ട് അവിടെ കുറേ ഗൈഡുകളും അതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു ഗൈഡ് ഇങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഗുഹകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വന്നില്ലേ, ഈ വന്ന വഴി കൂടെ തന്നെ ഈ ഒരു സൈഡിൽ വേറൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ പോയി വേറൊരു സ്ഥലത്തും അങ്ങനെ ഫുള്ളും ഇങ്ങനെ ലൈറ്റ് നമുക്ക് കാണില്ലേ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കാണാം കേട്ടോ. ഇരുട്ട് തന്നെയാണ്, ഫുള്ളും ഇരുട്ടാണ്. അതേപോലെ തന്നെ ഫ്ലാഷ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നേരത്തെ കൂട്ടി നമുക്ക് അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ ക്യാമറ എന്ന് വെച്ചാൽ ഫ്ലാഷ് അടിച്ചിട്ടുള്ള ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് നമുക്ക് മൊബൈൽ ഇതേ ഇപ്പോൾ ഞാൻ എടുത്താണ്ടില്ലേ അതേപോലെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പം നമ്മുടെ മുഖമൊന്നും ക്ലിയർ ആവില്ല. ഇനി നമ്മളിതേ അടുത്ത വഴിക്കോടെ പോകണ്ട. ഇത് വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്ന്. ഇത് അടുത്ത ഗുഹ പോലത്തെ ഒരു അടുത്ത സ്ഥലം ഉണ്ടാവുമല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് പോണ ഒരു വേ ആണ്. അപ്പം നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ പോകണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മലകൾ പോലെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് മുളച്ച് നിൽക്കണ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അതാണ് പിള്ളേരെ ശ്രദ്ധിക്കണമെന്നാണ് അവർ പറയുന്നത്. അവർ ചിലപ്പോൾ തട്ടി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ നടക്കും തോറും ഇങ്ങനെ നീങ്ങി നമ്മൾ തന്നെ പോണ പോലെ നമുക്ക് വായുവിൽ പോണ പോലെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട്. കണ്ടില്ലേ എന്ത് രസമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി വേറൊരു സെക്ഷൻ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സെക്ഷനാണ്. കണ്ടില്ലേ ഇങ്ങനെ ഈ കളറൊക്കെ എറിഞ്ഞിട്ടൊക്കെ പോലെ തോന്നൂല്ലേ. അങ്ങനെ
പൂക്കളൊക്കെ വെച്ചിട്ടുള്ള പോലെ നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഈ ഒരു ഫോണിൽ. അടിപൊളിയാണ് ഗൈസ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതെങ്ങനെ നിങ്ങൾ പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ അബുദാബിയിലുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്ഥലത്ത് എന്തായാലും വിസിറ്റ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. എന്തായാലും നഷ്ടം വരില്ല. പിന്നെ ഇതിന് പേ ചെയ്യണം കേട്ടോ, കാശുണ്ട് അത്യാവശ്യം. അപ്പം അങ്ങനെ നമ്മളിവിടെ വന്നതാണ്. ഇപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ ഒരു ഭൂമി കണ്ടില്ലേ, നമ്മൾ നടക്കും തോറും ഇത് വലിയൊരു ഭൂമിയാണ് കേട്ടോ. നമ്മളെക്കാളും ഭയങ്കര ആ റൂം ഫുള്ളും ഉണ്ട്. പക്ഷെ നമ്മൾ നടക്കുമ്പോൾ അതിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിക്കുന്നത് നമ്മുടെ അടുത്തേക്ക് ഉരുണ്ട് വരുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നടക്കുന്തോറും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു ഗുഹയിലുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഈ ഒരു സംഭവം മാത്രം കാണാനായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അതും നല്ല രസമായിരുന്നു. കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ ഈ വെള്ളത്തിൽ നിൽക്കണ പോലെ നമുക്ക് അവിടെ നിന്ന് തോന്നും. നമ്മൾ നടക്കുമ്പോൾ വെള്ളത്തിൽ നടക്കണ പോലെ തോന്നും. അപ്പോൾ ഈ ഒരു കറുത്ത കളർ ഒരു ഭൂമി പോലെയാണ് കേട്ടോ അവർ ക്രിയേറ്റ് ചെയ്തേക്കണം. ഭയങ്കര ഡാർക്ക് കളറാണ്. അപ്പോൾ അതിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് മാറി മാറി നടക്കണ പോലെ തോന്നും നമ്മളിങ്ങനെ നടക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ സ്ഥലമാണ് കേട്ടോ. രണ്ടാമത്തെ സ്ഥലമാണ്. അപ്പം അങ്ങനെ ഇനി നമ്മൾ അതിൽ കൂടെ ഇറങ്ങിയിട്ട് ഇവിടെ ചെരുപ്പൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചെരുപ്പൊക്കെ നമ്മൾ പുറത്ത് ഇട്ടിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് കയറിയത്. മറ്റേ സ്ഥലത്തേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നടന്നിങ്ങനെ പോവാണ് ഗൈസ്. കണ്ട പോണ വഴികളൊക്കെയാണ് ഈ ഒരു ലൈറ്റ് കേട്ടോ. അല്ലാണ്ട് വേറെ പുറത്തുനിന്നുള്ള വെട്ടോ അതൊന്നുമില്ല. ഈ ഫുള്ളും ഈ കൂഞ്ഞാകൂയിരിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അടുത്ത സ്ഥലത്ത് എന്ന് പറയുന്നത് സൺസിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സൺസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അങ്ങനെ കണ്ട ഡാർക്ക് സൺസ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഇത് മാത്രമേ കാണാനുള്ളൂ, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ളും ഇങ്ങനെ റൗണ്ടിൽ ഫുള്ള് ഇങ്ങനെ സൺസുകൾ. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഗോൾഡൻ കളറിൽ കേട്ടോ. ഒരേ സൈസിലുള്ള സൺസുകളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡാർക്ക് സൺസ് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അറിയാണ്ട് നേരത്തെ പോയ ആ ഒരു സ്ഥലത്തേക്ക് എന്നെ തിരിച്ചെത്തിപ്പെട്ടു കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ കുറേ ഗുഹകൾ പോലെയാണ്, പിന്നെ ഫുള്ള് ഇരുട്ടാണല്ലോ. അപ്പോൾ ഏതൊക്കെ സ്ഥലത്തേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാവണില്ല. അവിടെ ഗൈഡുകളൊക്കെ നിൽക്കുന്നുണ്ട് ഓരോ സെക്ഷനിൽ. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഏത് സെക്ഷനിലാണ് പോയേക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഫുള്ള് ഇരുട്ടാണ് കേട്ടോ, പുറത്തുനിന്നുള്ള വെട്ടമില്ലാത്തതുകൊണ്ടേ. അപ്പോൾ ഞങ്ങൾ അറിയാണ്ട് ഈ ഒരു നടുക്ക് തന്നെ തിരികെ വന്ന് പെട്ടു. ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു ലൈറ്റ്സ് കണ്ടപ്പോൾ കുറച്ചേരം ഞങ്ങൾ അവിടെ ഒന്നും കൂടി നിന്നുട്ടാ. കാരണം നല്ല ഭംഗിയാണ് ഈ ഒരു ലൈറ്റ്സ് കാണാൻ. കണ്ടില്ലേ മാറി മാറി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നുട്ടാ. അതിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കൂടുതലും പിള്ളേരുടെ സെക്ഷനാണ് കേട്ടോ. എല്ലാ വലിയവരുടെ ഉണ്ട്, എന്നാലും പിള്ളേരുടെ സെക്ഷനായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഇപ്പം ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ, ഈ മൂവ്മെൻറ്റ് ചെയ്ത് നടക്കുന്ന ഇതുകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അത് ശ്രദ്ധിച്ച് നോക്കി. അതെന്താണെന്ന് വെച്ചാൽ പല്ലിയുണ്ട്, പാറ്റുണ്ട്, പിന്നെന്താണ് മീനുണ്ട്, എന്ന് വെച്ചാൽ മീൻസ് തിമിംഗലുണ്ട്, പിന്നെന്താ ക്രൊക്കഡെയിൽ, പാമ്പ്, അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് നടക്കുന്നത്. നമുക്ക് തോന്നുന്നത് ലൈറ്റിൽ അവർ ചെയ്ത് വെച്ചേക്കുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പിള്ളേർക്ക് ഇങ്ങനെ പടം വരയ്ക്കാം കേട്ടോ. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ. പടമൊക്കെ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സംഭവം അവരത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്ത അതേ വർക്ക് ഉണ്ടല്ലോ, സ്കാൻ ചെയ്തിട്ട് അവരിത് ഇവിടെ വിടണതാണ് കേട്ടോ. അവർ കുറച്ച് നേരം അവിടെ മൂവ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കും ഗൈസ്. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസിനെ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഒരു പേടിയായിരുന്നു കേട്ടോ. കാരണം ഈ പാമ്പൊക്കെ നമ്മുടെ ക്രൊക്കഡൈലൊക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പേടി പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു പാമ്പൊക്കെ വരണണ്ടില്ലേ, അതൊക്കെ ഓരോരുത്തർ വരച്ച സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് അവർ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ വിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അപ്പൂസിന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് അവൻ താഴെ ഇറങ്ങണ്ടായിരുന്നില്ല കുറച്ച് നേരത്തേക്ക്. പിന്നെ അവൻ താഴെ ഇറങ്ങിട്ടോ. പിന്നെ മുകളിൽ കണ്ടില്ലേ ഈ ഒരു ഭൂമി എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ഈ ഭൂമി അതേപോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഭൂമിയാണ്. നല്ല രസമാണ് കേട്ടോ. ഇതിന് ലൈറ്റ് വർക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പൂസിന് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് ഇറങ്ങാൻ. പിന്നെ അവന് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ പേടിയൊക്കെ മാറിയിട്ട് അവൻ താഴെ ഇറങ്ങിട്ടോ. ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് പോലെയൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു കുഴി പോലെയാണ് എല്ലായിടത്തും. ഇങ്ങനെ സ്ലോപ്പ് പോലെ നടുക്കൊരു കുഴി പോലെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു പേടി പോലെ തോന്നും, വീഴോ എന്നൊക്കെ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ പേടിച്ചാണ് നടന്നിരുന്നത്. കാരണം ഇങ്ങനെ സ്ലോപ്പ് പോലെ ആയതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ പെയിൻറ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് പിള്ളേരുടെയും വലിയവർക്കും ചെയ്യാം കേട്ടോ. ഇവിടെ കൂടുതൽ വലിയവരാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ തോന്നുന്നത്. കൂടുതൽ വലിയവരാണ് ചെയ്യേണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ ക്രൊക്കഡൈലിൻ്റെ, പാമ്പിൻ്റെ, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെന്താ പല്ലി,
പിന്നെന്താ എന്നിട്ടാണ് ചിത്രശലഭം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കളർ ചെയ്യാം കേട്ടോ. അവിടെ കളർ പെൻസിലൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഫസ്റ്റ് ക്രൊക്കഡൈലിന് കണ്ടുപിടുത്തത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്യാനാണ് ഫസ്റ്റ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഒരെണ്ണം മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ചെയ്തിട്ട് ജസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ അപ്പൂസൊന്നും കളർ അടിക്കാറായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതേ റിജോ ചേട്ടൻ ക്രൊക്കഡൈലിനെ അവിടെ കളർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ എല്ലാവരും കുറേ എടുത്ത് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും കൂടി ഒരെണ്ണം എടുത്ത് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ക്രൊക്കഡൈലിനെ വാങ്ങിച്ചു കേട്ടോ ഇങ്ങോട്ട്. കാരണം റിജോ ചേട്ടന് ഇങ്ങനെ നമുക്കിങ്ങനെ ക്രയോൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആവുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലോ, ഇങ്ങനെ പെട്ടെന്നൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഉല്ലസിച്ചൊക്കെയാണ് കേട്ടോ ക്രയോൺ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൂസ് അതിനിടെ കൂടെ കുത്തി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല പെർഫെക്ഷനൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് നമ്മളിങ്ങനെ ക്രൊക്കഡൈലിന് ഗ്രീനൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബോഡി പാർട്സിലൊക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഞാനും അപ്പൂസും കൂട്ടിയിട്ട് ഇത് ചെയ്യണം. പിന്നെ അപ്പൂസ് ഇതേ അപ്പളേക്ക് അങ്ങോട്ട് താഴ്ത്തിറങ്ങിയിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പയുടെ അടുത്തേക്കുണ്ട്. അപ്പം എന്ത് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഫ്ലവർ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്രൊക്കഡൈലും അപ്പോഴേക്കും തന്നെ ക്രൊക്കഡൈൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട പകുതി എത്തിയിട്ടുണ്ടായിരുന്നു, ഇനി വാലും കൂടിയൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ ഉദയാറി ചേച്ചേൻ്റെ ഫ്ലവർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആൾ നല്ല രസത്തിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പൂസ് കുത്തി വരികയും ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷനാണ് കിട്ടണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ല രസമുള്ള ഒരു പരിപാടിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ക്രൊക്കഡൈൽ ഫിനിഷ് ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? പിന്നെ കണ്ണിൻ്റെ ഭാഗത്ത് ഏതടിക്കണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാനൊരു ബ്രൗൺ പോലത്തെ കളർ കൊണ്ട് അടിച്ച് വെച്ച്. പിന്നെ ബാക്കി ഇങ്ങനെ വാഴ സ്ഥലത്തൊക്കെ റെഡാണ് അടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെ വാ തുറക്കുമ്പോൾ ഉള്ള സംഭവം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അതേ ഫ്ലവർ ഫിനിഷായി, ക്രൊക്കഡൈലും ഫിനിഷായി ഗൈസ്. കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങൾ അടിച്ചിട്ട് ഞങ്ങൾ തന്നെ പുകഴ്ത്തായിരുന്നോ ഇത്രയും ഭംഗിയിലൊക്കെ നമുക്ക് അടിക്കാൻ അറിയുമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളവിടെ കൊടുത്തതിനെ അവർ സ്കാൻ ചെയ്തിട്ട് ഇത് റിജോ ചേട്ടൻ്റെ പൂ പോകണുണ്ടോ അങ്ങനെയാണ്. നമ്മൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്തോറും ഈ പൂവ് നമ്മളിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. കണ്ടില്ലേ, റിജോ ചേട്ടൻ്റെ ഫ്ലവറാണ് ഈ ഒരു പോകുന്നത്. കാരണം നമ്മൾ ചെയ്ത വർക്കുകളുണ്ടല്ലോ അവിടെ അപ്പം തന്നെ ഇറങ്ങുന്നത്. എൻ്റെ ക്രൊക്കഡൈൽ പോകണണ്ടില്ലേ, ഇത് ഞാൻ വരച്ച ക്രൊക്കഡൈലാണ് ഗൈസ്, ഞാൻ കളർ ചെയ്ത ക്രൊക്കഡൈലാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വരച്ച ക്രൊക്കഡൈലൊക്കെ വരച്ചതല്ല സോറി കളർ ചെയ്ത ക്രൊക്കഡൈൽ, അതേപോലെ തന്നെ പാമ്പ്, പല്ലി, ഫ്ലവർ, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ അപ്പം തന്നെ നമ്മുടെ ഇറങ്ങുന്തോറും അവർ നമ്മുടെ കൂടെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ആ ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതേ എൻ്റെ ക്രൊക്കഡൈലാണ് പോകുന്നത്. റിജോ ചേട്ടൻ്റെ ഫ്ലവർ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കുറേ നേരം നടക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ക്രൊക്കഡൈൽ ഞങ്ങളുടെ കൂടെ കുറേ അധികം അവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മിഡിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞത് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകണം ഗൈസ്. അടുത്ത സെക്ഷനും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊന്നും പറയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇങ്ങനെ ബലൂണുകളാണ്, കണ്ടില്ലേ, കാറ്റത്ത് ഇങ്ങനെ പറന്ന് ഓരോ രൂപങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കും. എന്ന് വെച്ചാൽ മീൻസ് ഫസ്റ്റ് ഇങ്ങനെ താഴ്ത്ത് ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ കാറ്റടിച്ച് കൂടി നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ റൗണ്ട് പോലെ നിൽക്കും. അതനുസരിച്ച് കളറുകളും അത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, അപ്പൂസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഊട്ടി നടക്കുകയായിരുന്നു ഗൈസ്. അത്രയും അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സെക്ഷൻ. കാരണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബലൂണുകളൊക്കെ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാറ്റ് വരുന്നുണ്ട് കേട്ടോ അടിക്കുന്നത്, അതാണ് സംഭവം. പിന്നെ ഒരു വശത്തേക്ക് പോകും, പിന്നെ നമ്മുടെ മേലേക്കോടെ വന്ന് റൗണ്ട് അടിക്കും. അങ്ങനെ നല്ല രസമാണ് കാണാൻ. ഈ ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ക്യാമറ കൂടെ കണ്ടേ ആ ഒരു ഫീലും കിട്ടില്ല, ആ ഒരു ഭംഗിയും കിട്ടില്ല കേട്ടോ. കാരണം ഫുള്ള് ഇരുട്ടാണല്ലോ, നമുക്ക് ക്യാമറ എത്രമാത്രം വിസിബിളാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ കണ്ടില്ലേ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡായി, കണ്ടില്ലേ ഒരു ട്രീ പോലെ അവിടെ ഇങ്ങനെ വന്നു കേട്ടോ, അങ്ങനെ റൗണ്ട് പോലെ നല്ല ഭംഗിയാണ് ഗൈസ്. അപ്പൂസ് അതിൻ്റെ ഇടയിൽ കൂടെ പോയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രസമാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. കാരണം അപ്പൂസിൻ്റെ ഒക്കെ ഒരു സന്തോഷമല്ലേ, അതിന് ഓടി നടക്കുന്നുണ്ടായി. പിള്ളേരുകൾ വേറെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ സെക്ഷനാണ് കേട്ടോ ഇനി ഞങ്ങളുടെ. അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ ചെരുപ്പൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല. ചെരുപ്പൊക്കെ നമ്മൾ ലോക്കറിലുണ്ടല്ലോ, അവിടെ ലോക്കറിൽ അവർ അഴിച്ചു വയ്പ്പിക്കും. പിന്നെ നമ്മുടെ മുട്ടുകാല് വരെയൊക്കെ പാൻറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുട്ടുകാല് വരെയൊക്കെ നമ്മൾ കയറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമ്മൾ വെള്ളത്തിലോട്ടാണ് നമ്മളിനി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ പോണ വഴിയൊക്കെയാണ് ഈ കാണുന്നത് ഗൈസ്. ഫുള്ളും കുഞ്ഞിരുട്ടാണ് കേട്ടോ. ലൈറ്റ്സ് ഉണ്ട്, നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ അതായത് ഇതൊക്കെ വെള്ളമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല രസമാണ് കേട്ടോ ഇതിലൂടെയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് ക്യാമറയിൽ കൂടെ ഒക്കെ നമുക്ക് കിട്ടില്ല, അത് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ അതായത് നേരിട്ട് കാണുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നേരിട്ട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ കാലൊക്കെ തട്ടി കളിക്കാനുണ്ടോ. പിന്നെ ഇത് ഇവിടെ കണ്ടില്ലേ മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടണ പോലെയൊക്കെ ഒരു ഇതാണ്.
നല്ല രസമാണ് അവർ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് പോയ അടുത്ത സെക്ഷൻ എൻ്റെ മോനെ അതിനേക്കാൾ അടിപൊളിയാണ്. നമ്മൾ വെള്ളത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിള്ളേരെ ശ്രദ്ധിക്കണം. പിള്ളേരുടെ ഒരു നെഞ്ചിൻ്റെ ഭാഗം വരെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസിനെ നമ്മൾ എടുത്ത് പിടിച്ചേക്കാണ്. ഈ ഒരു സ്ഥലം എൻ്റെ പൊന്നോ ഞാൻ എൻ്റെ ജീവിതത്തിലേ മറക്കില്ല കേട്ടോ. എന്ത് രസമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നോക്കി എൻ്റെ പൊന്നേ ബ്യൂട്ടിഫുൾ. അതിനേക്കാളും വലിയ വേറെ വാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയും. കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ ക്രിസ്റ്റലുകൾ പോലെയൊക്കെ ലൈറ്റാക്കി വെച്ചാൽ കണ്ടില്ല അവരിങ്ങനെ ക്യൂബ്സുകൾ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ പിടിക്കണം കേട്ടോ. പിള്ളേരുടെ കാലിൻ്റെ അവിടെയൊക്കെ വരെ വെള്ളമുണ്ട്. കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ നെഞ്ച് ഭാഗം വരെയൊക്കെ പിള്ളേരുടെ വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പൂസിനെ ഇങ്ങനെ പിടിക്കുമ്പോൾ അവനിങ്ങനെ വാശിയായിട്ടോ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് കളേഴ്സുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മിക്സഡ് കളേഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ബ്യൂട്ടി വന്നിട്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ പോലെയൊക്കെ ക്യൂബ്സുകളൊക്കെ കണ്ടില്ലേ, അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള സംഭവമാണ്. ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് നടക്കും കേട്ടോ ഈ വാട്ടറിൽ. അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റും കൂടി അവർ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്ത് രസമാണെന്ന് അറിയോ ഗൈസ്, ബ്യൂട്ടിഫുള്ളാണ്. ഇനി വേറെ ഏതെങ്കിലും ബ്യൂട്ടിഫുള്ളിൻ്റെ മേളിലൊരു വേർഡ് എന്നുണ്ടെങ്കിൽ ഞാൻ അതും പറയും. അത്രയ്ക്കും അടിപൊളിയാണ് ഗൈസ് ഈ ഒരു സ്പേസ് വന്നിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ചിലവഴിച്ചു. പിന്നെ അപ്പൂസ് ഭയങ്കര വാശി കണ്ടപ്പോൾ നമ്മളവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട്, വേറെ ഒന്നും കൊണ്ടല്ല, അവനിങ്ങനെ വാശി പിടിക്കുകയാണ് വെള്ളത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അവൻ്റെ മേലൊക്കെ ഒരുവിധമൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ഡ്രസ്സും കൂടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ സംഭവം നല്ല രസമാണ് ഗൈസ്. ഞങ്ങൾ കുറേ നേരം നിന്ന് ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫേസ് അത്യാവശ്യം തെളിഞ്ഞ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലം ഫുള്ളും ഡാർക്ക് ആയതുകൊണ്ടേ ഇവിടെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കാനായിട്ട് പറ്റും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ട് ആ ക്യൂബ്സുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ആ സ്റ്റോൺ പോലത്തെ. അപ്പോൾ അപ്പൂസ് അതുമ്പോൾ പോയി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും ഇത്തിരി കനമുണ്ട്, ആ മൂവ്മെൻറ്റ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ. അപ്പോൾ അങ്ങനെ നല്ല രസമാണ് കണ്ട, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോൺ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു ഗൈസ്. ഇത് എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. എന്നിട്ടാണ് നമ്മളവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അധികം ടൈമൊന്നും കളയണ്ടെന്ന് വിചാരിച്ചു. ഇനിയും 1-2 സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഇനി 1-2 സെക്ഷനും കൂടി ഉണ്ട്. ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ, നമ്മൾ ഏതൊക്കെ സെക്ഷനിലോട്ട് പോകാനുണ്ട് ഇനി. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ഫുൾ ഇരുട്ടായതുകൊണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇനി വാട്ടർ സെക്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ലോക്കറിൽ വെച്ചിട്ടുള്ള നമ്മുടെ ചെരുപ്പും അതൊക്കെ ആയിട്ട് നമുക്ക് ബാഗ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗുകളൊക്കെ വെക്കാം. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തിട്ടു. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നേച്ചറാണ് ഗൈസ്. കണ്ടില്ലേ, ഇത് ഫുള്ളൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാട്ടോ. അതൊക്കെ ഒറിജിനലാണ്, ഫുള്ളും ചെടികൾ ഇവിടുത്തെ ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രസമാണ് കാണാൻ, നല്ല ഒറിജിനാലിറ്റി ഉള്ളതായിട്ടുള്ള ഒരു ചെടികളൊക്കെയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാലൊക്കെ നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാനത് പാൻസ് അതൊക്കെ താഴത്തൊക്കെ എടുത്ത് മീൻസ് ഇറക്കിയിടാണ് കേട്ടോ. അത്യാവശ്യം നല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം മുട്ടിനൊപ്പം തന്നെ വെള്ളം ഉണ്ട് അവിടെ. അടുത്തതായിട്ട് അവർ നമ്മളെ കൊണ്ടുപോകുന്നത് റൂട്ട്സുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ നിന്നിരുന്ന ഗാർഡനിൽ ഒറിജിനൽ ചെടികളാണെന്ന്. അപ്പോൾ അതിൻ്റെ റൂട്ട്സുകളാണ് കേട്ടോ താഴെ റൂമിൽ അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളും ഒറിജിനൽ ആയിട്ടുള്ള റൂട്ട്സുകളാണ് കേട്ടോ. അപ്പോൾ മേളിലാണ് അവർ ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അതെന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോഗാണ്ട് വരെ കൂളിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ ഗൈഡ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ കൂടെ നിന്നിട്ട്. നെക്സ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഗൈസ്. ഇത് നേരത്തെ പോലെ കണ്ടതുപോലെ തന്നെ ലൈറ്റ്സുകളാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെയും അതൊക്കെ തന്നെയാണ് കാണാനായിട്ടുള്ളൂ. ഗൈസ് നമ്മളിതേ പുറത്തിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഋജു ചേട്ടാ? സൂപ്പറായിരുന്നു. അതെ, ഇത് കണ്ടില്ലേ നഷ്ടമായേനെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഒന്നുമല്ല, എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. സോ ബൈ.